ഹായ് ഗൈസ്, ആഷ്വിറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് ബ്ലെൻഡ് ചെയ്താണ് ഇടുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ചലഞ്ചിലേക്ക് കടന്നിട്ടുണ്ട്. ഫസ്റ്റ് സെറ്റ് ഏതായാലും തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഇന്നലത്തെ വീഡിയോ ഇടാതിരിക്കാനുള്ള ചില കാരണങ്ങളുണ്ട്. അപ്പോൾ എന്നോട് ക്ഷമിക്കുക. ഇനി എന്തായാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് വരും. അപ്പോൾ ആദ്യത്തെ സെറ്റിൽ ഒരു 31 കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഗൈസ്, ഞാൻ എന്താ പറയണ്ടേ, നമ്മൾ ഓരോ ദിവസം അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് വരുന്ന കാരണം ഇപ്പം ശരീരത്തിനൊന്നും അങ്ങനെ പെയിൻ വരുന്നില്ല. നമുക്ക് ഫസ്റ്റ് സെറ്റ് തന്നെ ആദ്യത്തെ ദിവസം 40 എണ്ണം അടിച്ചു. പിറ്റേന്ന് മുതൽ എനിക്കങ്ങനെ 40 എണ്ണമൊന്നും അടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേങ്കിൽ ഏതായാലും ഞാൻ കുറച്ച് കൂട്ടി വരുന്നുണ്ട്. ഫസ്റ്റ് ദിവസം 10 ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ ദിവസം 20 ആയിരുന്നു, മൂന്നാമത്തെ ദിവസം 31 നാലാമത്തെ ദിവസം അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും 98 ദിവസത്തെ വീഡിയോ ആണ് ഗൈസ് നിങ്ങളിപ്പം കാണുന്നത്. അങ്ങനെ ഏതായാലും ഞാൻ എത്രാമത്തെ സെറ്റെന്ന് ശ്രദ്ധിക്കാൻ വിട്ടുപോയി. ഏതായാലും ഞാൻ വർക്കൗട്ട് ചെയ്യുന്നവരുടെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളൊരു വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അധികം പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏതായാലും കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുക്കുവാണ്. എനിക്ക് തോന്നുന്നു ഒരു 70 to 80 എത്തുമ്പോഴാണ് എനിക്ക് പെയിന് കയറി വരുന്നത്. അത്ര നേരം എനിക്ക് ഉണ്ടാവില്ല, ഒരു ചെറിയ മടുപ്പ്. അതായത് 10-15 എണ്ണമൊക്കെ എടുക്കുമ്പോഴൊരു മടുപ്പ് മാത്രമായിരിക്കും, പെയിനൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഏതായാലും ഒരു ലാസ്റ്റ് സെറ്റിലേക്ക് എത്തുമ്പോഴത്തേനും നല്ല പെയിന് വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ എൻ്റെ ഊഹ ശരിയാണെങ്കിൽ ഒരു 70-80 കറക്റ്റ് അത്ര എത്തുമ്പോഴത്തേനും പെയിന് വരുന്നുള്ളൂ. അങ്ങനെ എത്തുമ്പോഴാണ് ഞാനിവിടെ ഈ മറ്റേ ടിങ്കിൾ പാടിയിട്ട് ആകാശത്ത് നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഏതായാലും കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം, വേറൊന്നുമില്ല, കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. ചെറിയൊരു പെയിൻ ഉണ്ട്, അതിൻ്റെ ഒരു റെസ്റ്റാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ റെസ്റ്റൊക്കെ കഴിഞ്ഞ് അടുത്ത സെറ്റ് പുഷപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സെറ്റിലൊരു 10 എണ്ണം ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ സെറ്റിൽ ഞാനൊരു 10 എണ്ണം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എൻ്റെ ഊഹ ശരിയാണെങ്കിൽ ഇന്നലെ ഞാനൊരു 107 പുഷപ്പ് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 എണ്ണം കംപ്ലീറ്റ് ആക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ മിസ്സായ 2 ദിവസത്തെ പുഷപ്പില്ല, അതും കൂടി കയറ്റാൻ നോക്കുന്നുണ്ട്. അതായത് 100 ദിവസം 100 പുഷപ്പ് വീതം, 100 ദിവസം കൊണ്ട് 10,000 പുഷപ്പ്, അതാണ് നമ്മുടെ ചലഞ്ച്. അപ്പോൾ ആ 10,000 പുഷപ്പിലേക്ക് എന്തായാലും എനിക്ക് എത്തിയേ പറ്റുള്ളൂ. കാരണം 9,999 പുഷപ്പാണെങ്കിൽ ഞാൻ എൻ്റെ ചലഞ്ചിൽ തോറ്റു. അപ്പോൾ അങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഞാൻ അനുവദിക്കില്ല. ഞാൻ ഏതായാലും ചലഞ്ചിലേക്ക് കംപ്ലീറ്റ് ആക്കുക തന്നെ ചെയ്യും. 100 ദിവസം കൊണ്ട് 10,000 പുഷപ്പ് എന്നുള്ള ആ ചലഞ്ച് ഞാൻ കംപ്ലീറ്റ് ആക്കുക തന്നെ ചെയ്യും. അപ്പോൾ 2 ദിവസം ഞാൻ വീഡിയോ ഇടാതിരുന്നത് എനിക്ക് ഫോണിൻ്റെ ചെറിയ തകരാറ് കൊണ്ടായിരുന്നു. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല, ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇടാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാൻ പറ്റാതെ. അപ്പോൾ ഏതായാലും ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ 107 പുഷപ്പ് എടുത്തു. ഇന്ന് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചലഞ്ച്. അപ്പോൾ ഇന്നത്തേൽ ഞാൻ ഫസ്റ്റ് സെറ്റ് ഞാൻ തന്നെ നീട്ടിപ്പോയി. കാരണം ഞാൻ 30 അല്ല നിർത്തിയത്. ഞാൻ വിചാരിച്ചു 35, 36 ആകുമ്പോഴത്തേനും ഞാൻ നിർത്തി റെസ്റ്റ് എടുക്കുമെന്ന്. പക്ഷേ ഞാൻ നിർത്തിയത് 30-ലും 40-ലും അല്ല ഗൈസ്, 50 പുഷപ്പ് എടുത്തിട്ടാണ് ഞാൻ ഫസ്റ്റ് സെറ്റ് നിർത്തിയത്. അത് കണ്ടപ്പോൾ എനിക്ക് എന്നിലൊരു അഭിമാനം തോന്നി. കാരണം ഫസ്റ്റ് ദിവസത്തിൽ അപേക്ഷിച്ച് ഞാൻ ദിവസം കൂടുന്നതോറും എൻ്റെ വർക്കിങ് ബിൽഡ് ചെയ്ത് വരുവാണ്. അപ്പം ഇന്നത്തെ ദിവസം തൊട്ട്, അതായത് 1-ാമത്തെ ദിവസം തൊട്ട് 9-ാമത്തെ ദിവസം വരെ ഞാൻ വർക്കൗട്ട് ചെയ്ത് അതിനൊരു ഫലം കണ്ടു എന്ന് വേണം ഇതിൽ നിന്ന് വിചാരിക്കും. കാരണം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന കാരണം 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ ചെയ്യുമ്പോൾ, അതായത് 1 തൊട്ട് 9 വരെ എടുക്കുമ്പം വളരെ വലിയ വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ ദിവസം ഞാൻ എന്താ പറയുക, ഇപ്പം ചെയ്യാതെ ചെയ്തിട്ട് ഒരു 40 എണ്ണം എടുത്തു. അത് കഴിഞ്ഞിട്ടുള്ള ദിവസം ഞാൻ ചെയ്യാതെ ചെയ്തത് കൊണ്ട് എനിക്ക് മേലുവേദനയും ഇതൊക്കെ വന്നത് കാരണം ഒരു 10 അങ്ങനെയുള്ളൊരു രീതിയിൽ ഞാൻ പോയി. ഇപ്പോൾ 9-ാമത്തെ ദിവസത്തിൽ ഞാൻ എത്തി നിൽക്കുമ്പോൾ ഗൈസ്, എനിക്ക് എന്നെ തന്നെ അഭിമാനമുണ്ട്. കാരണം ഞാൻ ഇത്രയും പെട്ടെന്നൊന്നും ഞാൻ ഇമ്പ്രൂവ് ആവുമെന്ന് വിചാരിച്ചിട്ടില്ല. കാരണം ഒറ്റ സെറ്റിൽ തന്നെ 50 എണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചെറിയ പണിയൊന്നുമല്ല, ചില്ലറ പണിയൊന്നുമല്ല. അപ്പോൾ ഏതായാലും ഞാൻ ഫസ്റ്റ് സെറ്റിൽ തന്നെ 50 പുഷപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ
നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെയാണ് എൻ്റെ ശരീരം ഇപ്പം നന്നായിട്ട് വേർക്കാൻ തുടങ്ങി. വേറൊന്നുമല്ല, ഒരു വേർപ്പിൻ്റെ അസുഖരോഗിയാണ് ഞാൻ. അപ്പോൾ ഏതായാലും ഞാൻ 100 പുഷപ്പ് കംപ്ലീറ്റ് ഇന്നലത്തേത് ഞാൻ ഇൻസ്റ്റയിൽ റീലാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തേത് ഞാൻ ഇപ്പോഴാണ് എടുത്തത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ ഏതായാലും ഞാൻ ഇന്ന് കംപ്ലീറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ഗൈസ്, ഞാൻ എല്ലാവരോടും പറയുന്ന പോലെ നിങ്ങൾക്ക് സപ്ലിമെൻറ്റ്, അതായത് ഹോം വർക്കൗട്ട് ചെയ്യുമ്പോൾ സപ്ലിമെൻറ്റിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ സപ്ലിമെൻറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊന്ന് നോട്ടിഫൈ ചെയ്ത്, പിന്നെ എൻ്റെ കണ്ടൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കണ്ടൻറ്റും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏതായാലും ഇന്നത്തെ ചലഞ്ച് ബാക്കിയും കൂടി കംപ്ലീറ്റ് ആക്കാം. എൻ്റെ ശരീരം കണ്ടില്ലേ, ഫുള്ള് വേർക്കുന്ന, വേറൊന്നുമല്ല, അസുഖരോഗിയാണ്, മറ്റേ വേർപ്പിൻ്റെ അസുഖം, വേറൊന്നുമല്ല. ശരീരം അനങ്ങി അപ്പം വേർക്കും, അത് വേർപ്പിൻ്റെ അസുഖം, വേറൊന്നുമല്ല. ഏതായാലും ഞാൻ അടുത്ത സെറ്റ് പുഷപ്പും കൂടി ചെയ്യാനുള്ള തീരുമാനത്തിൽ അങ്ങ് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ പിന്നെ പണ്ടേ കുറച്ച് വർക്കൗട്ടിൻ്റെ കാര്യത്തിൽ കുറച്ച് ഡെഡിക്കേഷൻ കൂടുതലാണ്. ഞാൻ എന്താ ഇപ്പോൾ പറയുക, ഒരു 4-5 മാസം കൺസിസ്റ്റൻ്റായിട്ട് ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ അവിടുന്ന് വർക്ക് നിർത്തി വന്നതിന് ശേഷമാണ് ജിമ്മിൽ പോക്ക് നിർത്തിയത്. എൻ്റെ തടിയൊക്കെ വെട്ടി ഇറക്കിയതുപോലെയാണ് ഇറങ്ങിപ്പോയത്. ഏതായാലും ഞാൻ എൻ്റെ ഹോം വർക്കൗട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്യും. അപ്പോൾ ഇനി തൊട്ട് ജിമ്മിൽ നിന്നുള്ള വീഡിയോയും കൂടി നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഏതായാലും അടുത്ത സെറ്റ് പുഷപ്പും കൂടി, അതായത് ലാസ്റ്റ് സെറ്റ് പുഷപ്പും കൂടി എടുത്തിട്ട് നമുക്ക് നമ്മുടെ പരിപാടി എടുത്തു. ഒരു 106 ഞാൻ ഇന്ന് പുഷപ്പ് എടുത്തു എന്ന് തോന്നുന്നു. ഏതായാലും ഇന്നത്തെ പുഷപ്പും കൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫൈ ചെയ്യുക. ബൈ.